അടിപൊളിയാണ്, രണ്ടും അടിപൊളി. ഹായ് ഫ്രണ്ട്സ്, കുറച്ച് പഴം പഴുത്തിരുന്നു ഇവിടെ. അപ്പം എന്ത് ചെയ്തു, നമ്മൾ ഉന്നയ്ക്ക ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ അതെന്തായാലും കഴിക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് ഒരു ഡിഫറെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഉന്നയ്ക്ക ഉണ്ടാക്കാനുള്ള പരിപാടി ഉന്നയ്ക്ക ഉണ്ടാക്കി. പക്ഷെ ഉന്നയ്ക്ക ഉണ്ടാക്കിയപ്പോൾ ഏകദേശം ഏത്തമ്പഴത്തിൻ്റെ അത്രയായി ഉന്നയ്ക്ക നമ്പർ 1, 2, 3, പിന്നെ ലാസ്റ്റ് ഇതാ കറക്റ്റ് ഉന്നയ്ക്കയുടെ പരുവത്തി. അങ്ങനെ എല്ലാം ഒരുവിധം ഉന്നയ്ക്കയുടെ പരുവത്തിലാക്കി എടുത്തു. സംഭവം ഒരുപാട് എണ്ണയിൽ മുക്കി പൊരിക്കണമല്ലോ. അപ്പം നമ്മൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഏകദേശം ഫെയിലായി. ഓക്കെ, അതുകൊണ്ട് ഇന്ന് കുറച്ചെടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന പറയട്ടെ, നേരെ എയർ ഫ്രയറിൻ്റെ അകത്തോട്ടാക്കി ലോ ടെമ്പറേച്ചറിൽ മിനിറ്റ് കൂടി വയ്ക്കുക. സമയം കുറച്ച് കൂടും. ദാറ്റ്സ് ഓൾ. ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റും. സംഭവം റെഡിയാണ്. ഇനി കഴിക്കുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ മറ്റേ ഉന്നയ്ക്ക് എന്തായാലും നോക്കട്ടെ. ഇത് ഞാൻ പകുതിയിൽ വെച്ച് അടച്ചു വെച്ച്. കുഴപ്പമില്ല. ആക്ച്വലി ഇത് ആദ്യം ഉണ്ടാക്കി ആക്കുന്ന കൊടുക്കാൻ കഴിക്കാം. ഓക്കെ, രണ്ടും കഴിക്കണേ. എളിമാണി, ഒരു മിനിറ്റ് പ്ലീസ്. ഇത് മറ്റേനകത്ത് എടുത്തതല്ലേ? ഇത് എണ്ണയിൽ മുക്കിയ ഈ സാധനം. ഇത് അങ്ങനുണ്ട്. ഓക്കെ, മറ്റേ ഇനി എയർ ഫ്രയറിലുള്ളടുത്ത് ചൂട് ഇതായില്ല അല്ലേ? ചൂടുണ്ടോ? കുറച്ചും കൂടെ തണുക്കട്ടെ അല്ലേ? ഓക്കെ അല്ലേ? അടിപൊളിയല്ലേ? എയർ ഫ്രയർ കുറച്ചും കൂടെ അടിപൊളിയായി അല്ലേ? ആണോ? അതിൽ എണ്ണ കൂടുതലുണ്ട്, ഇതിൽ എണ്ണയില്ല. ഇത് എയർ ഫ്രയറിലുണ്ടാക്കിയത്, ഇത് ഓയിലിൽ നമ്മൾ പാനിലുണ്ടാക്കില്ല ആ സാധനം. ഫസ്റ്റ് ഓഫ് ഓൾ എയർ ഫ്രയറിലുണ്ടാക്കിയത് ഞാൻ കഴിക്കാം. കണ്ട, കൊള്ളാം, സൂപ്പർ. ഓയിലിൻ്റെ ഇതില്ലാത്തതുകൊണ്ട് എന്തായാലും കൊള്ളാം, അടിപൊളിയാണ്. എന്നാലും എനിക്കിഷ്ടപ്പെട്ടു ടേസ്റ്റ്. ഇത് നമ്മൾ ഫ്രൈ ചെയ്ത് ഇത് കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ, കാരണം ഇതിൽ ഓയിലും കൂടെ ഉള്ളതുകൊണ്ട്. അടിപൊളിയാണ്, രണ്ടും അടിപൊളി. കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് നിങ്ങൾ കഴിക്കാൻ നോക്കുക. ഓക്കെ.